മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളുടെയും വിവേചനത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒടുവിൽ പുറത്ത്. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമാണ് നടക്കുന്നതെന്നും അടിമുടി പുരുഷാധിപത്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാസ്റ്റിംഗ് കൗച്ച് നിലനിൽക്കുന്നുണ്ടെന്ന് പല നടിമാരും തുറന്നു പറഞ്ഞു. വഴങ്ങാത്തവരെ സിനിമയിൽ നിന്ന് വിലക്കി മാനസികമായി പീഡിപ്പിക്കും. സഹകരിക്കുന്നവർക്ക് കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന പേരിൽ പ്രത്യേക കോഡുണ്ട്. ഒറ്റയ്ക്ക് ഹോട്ടൽ മുറികളിൽ കഴിയാൻ ഭയമാണെന്നും പല രാത്രികളും സിനിമയിലെ പുരുഷന്മാർ നിരന്തരം വാതിൽ തകർക്കുന്ന തരത്തിൽ മുട്ടാറുണ്ടെന്നും റിപ്പോർട്ടിലെ മൊഴികളിലുണ്ട്. സെറ്റുകളിൽ സ്ത്രീകൾ വസ്ത്രം മാറുന്നത് കുറ്റിച്ചെടിയുടെ മറവിലാണ്. ആർത്തവ ദിവസങ്ങളിൽ പോലും ശുചിമുറി പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കാറില്ല. സിനിമയിലെല്ലാം നിയന്ത്രിക്കുന്നത് പുരുഷന്മാരുടെ 15 അംഗ പവർ ലോബിയാണ്. നിലപാടെടുക്കുന്ന നടന്മാർക്കും വിലക്കേർപ്പെടുത്തുമെന്നും പല പ്രധാന നടന്മാരെയും സിനിമകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. റിപ്പോർട്ടിലെ നടുക്കുന്ന സത്യങ്ങൾ ആദ്യം പ്രേക്ഷകർ അറിഞ്ഞത് റിപ്പോർട്ടറിലൂടെയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റോഷിബാലും TV പ്രസാദും ചേരുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിനീത വേണുവും സായ് കുമാറുമുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് റോഷിബാലിലേക്കും TV പ്രസാദിലേക്കുമാണ്. റോഷിബാൽ, ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കാനുണ്ടായ സാഹചര്യം, റിപ്പോർട്ട് കിട്ടാൻ വിവരാവകാശ നിയമം ഉപയോഗപ്പെടുത്തിയത്, കമ്മീഷണർക്ക് പരാതി കൊടുത്തത്, അങ്ങനെ റിപ്പോർട്ടിലെ തുടർ നടപടികൾ എന്തൊക്കെയാണ് സംഭവിച്ചത് റോഷിബാൽ? റോഷ്നി, നമുക്കറിയാം 2017 രാജ്യത്തെ തന്നെ നടുക്കിയ നടിയെ ആക്രമിച്ച സംഭവം, കൊച്ചിയിൽ യാത്രക്കിടയിൽ നടിയെ ക്രൂരമായി വേട്ടയാടിയ സംഭവത്തിന് തൊട്ടുപിന്നാലെയാണ് സിനിമാ മേഖലയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ചേർന്ന് WCC എന്ന സംഘടന രൂപീകരിച്ചതും ഈ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ, ചൂഷണങ്ങൾ വിശദീകരിക്കുന്നത്. അന്ന് മന്ത്രി AK ബാലനാണ് സാംസ്കാരിക സിനിമാ മന്ത്രി, ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്ന് ഈ WCCയുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ, റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ ഉൾപ്പെടെയുള്ള 3 അംഗ കമ്മിറ്റിയെ നിശ്ചയിക്കുന്നതും. അങ്ങനെ 2017 ഫോം ചെയ്ത ആ കമ്മിറ്റി പഠിച്ച് 2019 ഡിസംബർ 31 റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത്. ഏതാണ്ട് 5000-ഓളം പേജുണ്ട് ഈ റിപ്പോർട്ടിലെ മൊഴികളടക്കം, പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഒപ്പം 300 പേജുള്ള ഇതിൻ്റെ ഒരു സംഗ്രഹം. ഇങ്ങനെയുള്ള റിപ്പോർട്ട് കൈമാറി, പക്ഷേ സ്വകാര്യത ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തുവിടാൻ അല്ലെങ്കിൽ നിയമസഭയിൽ വെക്കാൻ സർക്കാർ തയ്യാറായില്ല. അന്ന് MLA M സ്വരാജ് നിയമസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു റിപ്പോർട്ടിൻ്റെ പകർപ്പ് സഭയിൽ വെക്കണം. അന്ന് മന്ത്രി AK ബാലൻ, സാംസ്കാരിക മന്ത്രി, നൽകിയ മറുപടി ഇത് നിയമസഭയിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നുണ്ട്, ഏറെ താമസിയാതെ സഭയുടെ മേശപ്പുറത്ത് ഈ റിപ്പോർട്ട് വെക്കുമെന്നായിരുന്നു. പിന്നീട് അത് നിയമസഭയിൽ ചർച്ചയായില്ല. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2 തവണ KK രമ MLA ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സഭയിൽ വെക്കണമെന്ന ആവശ്യം ആവർത്തിച്ചുന്നയിച്ചു. പിന്നീട് നിരവധി തവണ ഞാനുൾപ്പെടെയുള്ള പലരും വിവരാവകാശ നിയമം ഉപയോഗിച്ചുകൊണ്ട് റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തു കൊണ്ടുവരാനുള്ള നിരന്തരം ശ്രമം നടത്തി. അതൊക്കെ ഈ വ്യക്തിഗത വിവരങ്ങളാണ്, സ്വകാര്യതയാണ്, അതുകൊണ്ട് ഈ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്ന മറുപടിയിൽ ഒതുക്കി. ഏതാണ്ട് 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് ഇരുട്ടുമുറിയിൽ പൂഴ്ത്തിവെച്ചു എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീം ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഈ റിപ്പോർട്ട് നിർബന്ധമായും പുറത്തു വരണം, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് ഉത്തരവിറക്കുന്നു. അതിനൊപ്പം ഇതിലെ ചില ഭാഗങ്ങൾ, അത് ചില പാരഗ്രാഫുകൾ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാകണം പുറത്തു വരേണ്ടത്. വ്യക്തിഗത വിവരങ്ങളിലേക്ക് സൂചന നൽകുന്ന വിവരങ്ങൾ പോലും ഒഴിവാക്കാവുന്നതാണ് എന്ന് നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പ് പരിശോധന നടത്തി, നിയമപരിശോധന നടത്തി. ഏതാണ്ട് 233 പേജ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനമെടുത്തു. ഇക്കാര്യം ഞാൻ ഉൾപ്പെടെ അപേക്ഷ നൽകിയവരെ അറിയിക്കുന്നു. അത് 24-ന്, കഴിഞ്ഞ മാസം 24-ന് ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് കൈമാറും. അതിനനുസരിച്ച് പണമടച്ചു കാത്തിരുന്നു. റിപ്പോർട്ട് ലഭിക്കുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ ഇടപെടൽ വരുന്നു. സിംഗിൾ ബെഞ്ചിലേക്ക് നിർമ്മാതാവ് ഹർജിയുമായി വന്നു, സ്റ്റേ വാങ്ങി. അതോടെ റിപ്പോർട്ട് വീണ്ടും ഇരുട്ടുമുറിയിൽ. പിന്നീട് ഹൈക്കോടതി ഉത്തരവിറക്കി, ഒരാഴ്ചക്കകം റിപ്പോർട്ട് അപേക്ഷ നൽകിയവർക്ക് കൈമാറണമെന്ന്. അങ്ങനെ കഴിഞ്ഞ ശനിയാഴ്ച റിപ്പോർട്ടിൻ്റെ പകർപ്പ് കൈമാറുമെന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ വീണ്ടും നിർദ്ദേശം വന്നു. പക്ഷേ ശനിയാഴ്ചക്ക് തലേന്ന് നടി രഞ്ജിനി കോടതിയെ സമീപിക്കുന്നു, ഡിവിഷൻ ബെഞ്ചിനെ. വീണ്ടും അത് കോടതി തടയുന്നില്ല, പക്ഷേ സർക്കാർ രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നു. തൽക്കാലം ഈ വിഷയത്തിൽ കോടതി തീരുമാനം വരട്ടെ. അങ്ങനെ ഞായറാഴ്ച കഴിഞ്ഞു. ഇടയിൽ ഇത് കിട്ടില്ല എന്ന് ഉറപ്പായതോടെ
ഞാൻ നേരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ കണ്ട് റിട്ടേണായി പരാതി സമർപ്പിക്കുന്നു. ഈ വിഷയത്തിൽ ഇടപെടണം. നിയമതടസ്സമില്ല റിപ്പോർട്ട് പുറത്തുവിടാൻ. അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഇടപെടണം എന്ന അഭ്യർത്ഥനയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാംസ്കാരിക വകുപ്പിനോട് അടിയന്തരമായി റിപ്പോർട്ട് തേടിയത്. ദൂതൻ വഴി നേരിട്ടെത്തിച്ചു. അതിന് മറുപടി എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നാണ് ആ മറുപടി സാംസ്കാരിക വകുപ്പ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് കൈമാറേണ്ടത്. അതിനിടയിൽ ഇന്ന് ഹൈക്കോടതി നൽകിയ ഒരാഴ്ച സമയവും അവസാനിക്കും. അതിനിടയിൽ ഹൈക്കോടതിയിൽ 2 പേർ നൽകിയ ഹർജികൾ, അത് ഡിവിഷൻ ബെഞ്ചും ഒപ്പം സിംഗിൾ ബെഞ്ചും, രണ്ടിലും തടസ്സങ്ങൾ ഉയർന്നു വന്നില്ല. പക്ഷേ ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. വൈകിട്ട് 5 മണിക്ക്, ഏതാണ്ട് ഉച്ചയോടെ കോടതിയിൽ നിന്നും നിയമ തടസ്സമില്ലെന്ന് ബോധ്യമായെങ്കിലും വൈകിട്ട് 5 മണിയോടെ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് എത്തുകയായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും, വീണ്ടും നിയമ തടസ്സത്തിലേക്ക് പോകും എന്ന ഒരു സംശയം നമ്മൾ പ്രകടിപ്പിച്ചു. നമ്മൾ വിശദമായി തത്സമയം ആ വിഷയം ചർച്ച ചെയ്തു. അതിനിടയിൽ മന്ത്രിയുടെ ഓഫീസ് തന്നെ പറഞ്ഞു ഉടൻ റിപ്പോർട്ട് പുറത്തുവിടും. അങ്ങനെ നമ്മൾ ആ തരത്തിൽ വാർത്ത പുറത്തുവിട്ടു. പക്ഷേ 2:30 റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് സംസ്ഥാന സാംസ്കാരിക വകുപ്പിൽ നിന്നും എനിക്ക് ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു. പിന്നീട് 2:30 വരെയുള്ള കാത്തിരിപ്പാണ്. അതിനിൽ 1:45 സിംഗിൾ ബെഞ്ച് കേസെടുക്കുന്നു, 2 മണിക്ക് ഡിവിഷൻ ബെഞ്ച് കേസെടുക്കുന്നു. അങ്ങനെ പക്ഷേ 2 ഇടങ്ങളിൽ നിന്നും ഈ ഹർജി നൽകിയവർക്ക് അനുകൂലമായ തീരുമാനം വന്നില്ല. നിയമ തടസ്സം വന്നില്ല. ഒടുവിൽ 2:30 സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നു. ഇതിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിർണായക ഇടപെടൽ, അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഇത്തരമൊരു അന്വേഷണത്തിന് സാഹചര്യമൊരുക്കിയ WCC, നിതാന്ത ജാഗ്രത പുലർത്തിയ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ. നമ്മുടെ ഇടപെടൽ കഴിഞ്ഞ ശനിയാഴ്ച വിവരാവകാശ കമ്മീഷണറുടെ അടുത്തുണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയും വൈകിയേനെ. കാരണം അതൊരു കടുത്ത സമ്മർദ്ദമായി സംസ്ഥാന സർക്കാരിന് മുന്നിൽ വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഒന്ന്, ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ മുകളിലേക്ക് നിരവധി പേർ, ഒരു വിഭാഗം സിനിമാ പ്രവർത്തകരുടെ നിരന്തരമായ പീഡനത്തിന് ഇരയാകുന്നു എന്നുള്ളതാണ്. ഒരു വിഭാഗം സിനിമാ പ്രവർത്തകർ മാത്രമാണ് ആ പീഡനം നടത്തിയത്, എല്ലാവരുമല്ല. അതേപോലെ പീഡനത്തിന് ഇരയായതും ഒരു വിഭാഗം സിനിമാ പ്രവർത്തകരാണ്. അതിന് വഴങ്ങാത്തവർ പലപ്പോഴും അവർ മാറിപ്പോയി, അല്ലെങ്കിൽ ഇതിൽ നിലപാടെടുത്തവർ അവർ പിന്നീട് സിനിമാ മേഖലയിലേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനൊരു പരിഹാരമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരിക എന്നുള്ളത്. റിപ്പോർട്ട് പുറത്തു വന്നാൽ അതൊരു ശുദ്ധീകരണമാകും. അതിൽ നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും. അതോടുകൂടി നിയമത്തെ ഭയപ്പെട്ടെങ്കിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്നും വേട്ടയാടലിൽ നിന്നും ഈ വേട്ടക്കാരായ സിനിമാ നായകർ അല്ലെങ്കിൽ ആ പുരുഷ മേധാവിത്വവുമായി നടക്കുന്നവർ പിന്മാറുമെന്ന ഒരു പ്രതീക്ഷയാണ് സിനിമാ ലോകത്തുള്ളവർക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതൊരു പോരാട്ടമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോയതും ആ പോരാട്ടത്തിന്റെ വിജയം കണ്ടതും അതുകൊണ്ട് തന്നെയാണ്. റോഷ്നി. യെസ്.